ശ്രീ ജോർജ് ജോസഫ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോർജ് ജോസഫ്, ഇത്രയധികം വെളിപ്പെടുത്തലുകൾ വരുന്നു ഒരു നടനെതിരെ, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വിൻസിയുടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള പരാമർശം സുവമോട്ടോ കേസ് എടുക്കാൻ സഹായകരമായ തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കേസിന്റെ ഗതി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ പോലീസിനും എക്സൈസിനും കൃത്യമായി ഇടപെടാൻ പറ്റുന്ന ഒരു സംഗതിയല്ലേ ഇത്? തീർച്ചയായിട്ടും ഇടപെടാം. കാരണം അങ്ങനെ ഒരു വിവരം വെളിയിലോട്ട് വന്ന സ്ഥിതിക്ക് അതിനൊരു സുവമോട്ടോ കേസെടുക്കുന്നതിന് യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല. അതിനകത്ത് പോലീസിന് കേസെടുക്കാം, എക്സൈസിനും വേണം കേസെടുക്കാം. പക്ഷേ ഇതിനകത്ത് പോലീസിന് കേസെടുക്കാനാണ് നല്ലത്. കാരണം ആ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ ആ സംഭവം ആ ഷൂട്ട് ചെയ്തത് എവിടെയാണോ അവിടുത്തെ SHO ആണ് സുവമോട്ടോ ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇതെന്ന് പറഞ്ഞെങ്കിലും കൃത്യത അവിടെയാണ്. അവിടുത്തെ SHO സുവമോട്ടോ എടുത്ത് ഇവരെ നോട്ടീസ് കൊടുത്ത് വരുത്താം. അത് ഇവര് പരാതി കൊടുക്കണമെന്ന് തന്നെ ഇല്ല. അല്ലാതെ സുവമോട്ടോ ആയിട്ട് അത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അങ്ങനെ കോഗ്നിസബിൾ ഒഫൻസ് കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും ആ പരാതിക്കാരില്ലെങ്കിലും ശരി സുവമോട്ടോ ആയിട്ട് കേസെടുക്കാനുള്ള അവകാശം അധികാരം പോലീസിനുണ്ട്. അപ്പൊ ആ കുട്ടിയെ വിൻസിയെ ഇയാള് മോശമായി സംസാരിച്ചപ്പോൾ അതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്, പോലീസിന് എടുക്കുന്ന കുറ്റമാണ്. ആ പോലീസ് നേരിട്ടെടുക്കാം. അത് സ്റ്റേറ്റ് ആണ് അതിന്റെ അഗ്രീഡ് പാർട്ടി, അത് റെപ്രസെന്റഡ് ബൈ SHO എന്നാണ്. അതുകൊണ്ട് ആ കേസെടുക്കുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. പക്ഷെ ഇവര് സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പം കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോലീസിന് കേസെടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ കേസെടുക്കാം. അവര് സഹകരിച്ചില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ വേദിയിൽ നമ്മൾ കാണുകയാണല്ലോ ഇപ്പം ഇതുപോലെ 100 പ്രശ്നങ്ങളുണ്ട്. അവർക്കാർക്കും പരാതി കൊടുക്കാനും കഴിയില്ല. അത് സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ അതിന് നടപടിയായിട്ട് പോകത്തുമില്ല, അമ്മയും പോകത്തില്ല. അതിങ്ങനെ അതാണ് ആ ഫീൽഡിന്റെ ഒരു നേച്ചർ, അതാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് പരാതി ഇല്ലെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യേണ്ട, തീർന്നില്ലേ പ്രശ്നം. അവർ അനുഭവിക്കുന്നവർ അനുഭവിച്ച് തീർക്കട്ടെ. നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? അനുഭവിക്കുന്ന ആൾക്ക് പരാതിയില്ല, പിന്നെ ചെയ്യും. ഇവിടെ അതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു ആവശ്യമായ ഘടകമാണ്, പ്രൊസീഡ് ചെയ്ത് പോകും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല അവരുടെ ഇപ്പോഴത്തെ നേച്ചർ. അത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ അവർ പരാതി പറഞ്ഞിട്ടുള്ളൂ, പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഇന്ത്യയിൽ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതിന് വാദി സ്റ്റേറ്റ് ആണ്. അത് വിൻസി പറഞ്ഞാലും ശരി, ഷൈൻജോൺ ചാക്ക് പറഞ്ഞാലും ശരി, അമ്മ പറഞ്ഞാലും ശരി, ഏത് സംഘടന പറഞ്ഞാലും ശരി, വാദി ഗവൺമെന്റ് ആണ്. ഇവിടുത്തെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടന അനുസരിച്ച് പോലീസ് അല്ലെങ്കിൽ ഗവൺമെന്റിനാണ്. അപ്പൊ അതിലൊരാള് സ്ഥിരമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കായിട്ട് കേസെടുക്കാം. അതിന് വാദിയും പ്രതിയൊന്നും ആവശ്യമില്ല, പോലീസിന് സുവമോട്ടോ ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കോഗ്നിസബിൾ ഒഫൻസ് ആണിത്. അതുകൊണ്ട് പോലീസ് കേസെടുക്കാം. അവർ സഹകരിക്കുന്നില്ലേ വേണ്ട, പോലീസ് പിന്നീട് റെഫർ ചെയ്യോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയോ ചെയ്യാം. അവർ കോടതി ഒന്ന് പറയട്ടെ, അവർക്ക് താല്പര്യമില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ പോയെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ തോന്നണം പറയുക, പിന്നെ പിൻവലിക്കുക, അങ്ങനെയാണ് ഇങ്ങനെ, അതൊന്നും അർത്ഥമൊന്നും ആക്കണ്ട. നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അല്ല ശ്രീ ജോർജ് ജോസഫ്, നമുക്ക് ഈ 2015 കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിലെ പ്രതിയാണ് ഇയാളെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കേസിന്റെ ഗതി വല്ലാത്തതായി പോയി. കാരണം കോടതി വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എങ്ങനെ പോലീസ് സംഘം ഈ കേസിനെ വളച്ചൊടിച്ചു എന്നുള്ളത്. കൃത്യമായ തെളിവുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഗതി ഈ കേസിനും അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ട് പോകും. അതാണ് അവസ്ഥ. അല്ല, ആ കേസിനകത്ത് ഇനിയിപ്പം പബ്ലിക് ലിറ്റിഗേഷൻ ആരെങ്കിലും കൊടുത്തിട്ട് അത് ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് പോലീസ് അപ്പീൽ കൊടുത്തില്ല? വിട്ടുപോയ കേസിനകത്ത് അതിനകത്ത് എവിഡൻസ് ഉണ്ട്. അതിനകത്ത് ടെക്നിക്കലായിട്ട് ചില പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു ഫീമെയിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടല്ലോ അവിടെ. അത് ഫീമെയിൽ ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് അത് മാൻഡേറ്ററി ആയിട്ട് പറയാൻ ഒക്കില്ല. കാരണം അതൊരു ലേഡി ആയതുകൊണ്ട് കുറച്ചുകൂടെ പോലീസിന് മറ്റ് പരാതിയും പഠിപ്പും ഏർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫീമെയിൽ ഗസറ്റഡ് ഓഫീസറെ വെച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ ഒരു ഗസറ്റഡ് ഓഫീസർ സാന്നിധ്യമുണ്ട്. അത് ഹൈക്കോടതി പരിശോധിക്കട്ടെ. എത്രയും പെട്ടെന്ന് അതിന്റെ കോടതിയുടെ ജഡ്ജ്മെന്റ് കോപ്പി എടുത്തിട്ട് അപ്പീൽ കൊടുക്കണം പോലീസ്. എങ്കിലേ ഒമാരെ ഒതുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഹൈക്കോടതി പരിശോധിക്കട്ടെ. അതിനകത്ത് സാക്ഷികൾ ചിലർ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊക്കൈൻ പിടിച്ചെന്നുള്ള ഒരു പ്രൂഫ് അതിനകത്ത് ഉണ്ടല്ലോ. അത് ഹൈക്കോടതി പരിശോധിക്കട്ടെ. അതുകൊണ്ട് അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അതങ്ങോട്ട് ആദ്യം അങ്ങ് ചെയ്യട്ടെ. ഇയാളുടെ പുറകെ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. അയാൾ ഓടി എവിടെയെങ്കിലും പോട്ടെ. അവിടെ ഡാൻസ് സ്റ്റാഫ് അവിടെ ഒന്ന് പരിശോധിക്കാൻ കാരണം അതിനകത്ത് വേറെ ഒരാള് അവിടെ കൊക്കയും കൊണ്ട് അല്ലെങ്കിൽ MDMA കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻ പുറത്താണ് അവർ ചെന്നത്. അല്ലാതെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട നല്ല പോലീസ് പറഞ്ഞു കഴിഞ്ഞു.
അയാൾ ഓടിച്ചാടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ 2,62,00,000 അതിനകത്തെ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് വന്നതാണ് പ്രശ്നം. അതാണ് പേടിച്ച് അയാൾ ഓടിയത്. അവരങ്ങാനും വന്ന് അകത്ത് പോയി റിമൈൻഡ് ചെയ്ത് കിടക്കുകയുള്ളൂ. അയാൾ ഓടി രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി ഈ വിൻസിയുടെ കേസിനകത്ത് സോമോട്ടോ ആയിട്ട് ആ സൂത്രവാക്യം എവിടാണ് ഷൂട്ട് ചെയ്ത് അവിടുത്തെ SHO കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ കേസ് എടുക്കുക, അല്ലെങ്കിൽ വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ പുറകിൽ പോയി പോലീസിന്റെ സമയം കളയണ്ട. ശരി, നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഏതായാലും നടപടി ഉണ്ടാകണം. സുവമോട്ടോ കേസെടുക്കാൻ പറ്റും. കോഗ്നിസബിൾ ഒഫൻസ് ആണ്, സ്റ്റേറ്റ് ആണ് അഗ്രീവ്ഡ് പാർട്ടി. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി പോലീസിന് ആക്ഷൻ എടുക്കാം. അതിന്റെ